അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലൂടെയാണ്. ഈ റജബ് മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും പറഞ്ഞാൽ തീരില്ല. അത്രക്കും മഹത്വമേറിയ ഒരു മാസമാണ് റജബ് മാസം. അപ്പോൾ ഈ റജബിലെ നമുക്ക് കടന്നു വരുന്ന ഒരു ദിനമാണ് ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വേഗത്തിൽ നിറവേറാൻ, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാൻ കാരണമായ ഒരു ഇസ്ലാമിക അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതുപോലെ തന്നെ ഇനി വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലെ ഇത് ചെയ്യാൻ കഴിയാത്തവർക്ക് തിങ്കളാഴ്ച രാവിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഹലാലായ എന്ത് മുറാദാണോ, എന്ത് ആഗ്രഹമാണോ അത് സാധിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും നേരത്തെ എണീക്കണം. നേരത്തെ എണീക്കുന്നവരാണല്ലോ. കാരണം നമ്മൾ നേരത്തെ എണീറ്റ് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ ഈ തിങ്കളാഴ്ച രാവിലോ വെള്ളിയാഴ്ച രാവിലോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നമ്മളെല്ലാവരും തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് പുറമെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിറവേറുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തഹജ്ജുദ് നിസ്കാര ശേഷവുമാവാം, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മുമ്പായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഫാത്തിഹയ്ക്ക് ശേഷം ആയത്ത് കുർസിയാണ് ഈ 4 റക്അത്തിലും നമ്മൾ ഓതേണ്ടത്. ശേഷം സലാം വീട്ടിയതിനു ശേഷം നമ്മൾ നമ്മുടെ 2 കൈകളും ഉയർത്തി അള്ളാഹുവിനോട് നല്ല മനസ്സോടെ എൻ്റെ കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ അള്ളാഹുവിനോട് 2 കൈയും ഉയർത്തിക്കാണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് അള്ളാഹുവിനോട് പറയുക. രാത്രി സമയങ്ങളിലുള്ള നിസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 4 റക്അത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം 4 റക്അത്തിലും ആയത്ത് കുർസിയാണ് കേട്ടോ ഓതേണ്ടത്. ശേഷം സലാം വീട്ടിയതിനു ശേഷം നമ്മുടെ കാര്യം എന്താണോ ഹലാലായ എന്ത് കാര്യവും അള്ളാഹുവിനോട് നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ സർവശക്തനായ അള്ളാഹു ഹലാലായ ആഗ്രഹങ്ങളാണെങ്കിൽ അത് സാധിപ്പിച്ചു തരുക തന്നെ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കാരണമായ ഹലാലായ എന്തൊരു കാര്യമാവട്ടെ അത് വേഗത്തിൽ പൂവണിയാനുള്ള പവർഫുള്ളായ ഒരു നിസ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ നിസ്കാരം. ഇനി നമ്മൾ ഈ നിസ്കാര ശേഷം നമ്മൾ ദുആ ചെയ്യുമല്ലോ, ആ ദുആയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ ഏത് ദുആ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഹംദും സ്വലാത്തും തുടക്കത്തിലും അവസാനത്തിലും പറയണം. എങ്കിൽ ആ ദുആ വെറുതെയാവില്ല എന്നാണ് നമ്മെ മുത്തുനബി പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദുആയിലേക്ക് കടക്കാം. ദുആ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാവകാശത്തിലാണ് പറയുന്നത്. നിങ്ങൾക്കിത് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, അല്ലാത്തവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
സാവകാശത്തിലാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വബാരിക് വസല്ലിം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ ലാ തഅഖുദുഹു സിനതും വലാ നൗം വഅസ്അലുക അല്ലാഹുമ്മ ബിഹുർമത്തിൽ ആയാതിൽ കുർസിയ്യി ഇൻദക അൻത തതവല്ലി ജമീഅ മആരിബി വമഖാസിദി വമാ അത്ലുബുഹു മിൻക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വബാരിക് വസല്ലിം. അല്ലാഹുമ്മ ജഅലി ബുർഹാനൻ യൂരിസുനി അമാനം വആനിസിനി ബിക അൻ കുല്ലി മത്ലൂബിൻ വഅസ്ഹബിനി ബിഔനിൻ ഇനായതികനി നൈലി കുല്ലി മറൂബിൻ യാ ഖാദിമു യാ ജലീലു യാ ഖാഹിറു യാ അലീമു യാ നാസിറു കതബല്ലാഹു ലഗ്ലിബന്ന അന വറസൂലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഇതാണ് ആ ദുആ. ഈ ദുആ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗത്തിൽ നിറവേറ്റി തരട്ടെ. റജബ് 27 മുമ്പായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി. തിങ്കളാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ആണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പോവാൻ കാരണമാകുന്ന ഒരു നിസ്കാരമാണിത്. അതുപോലെ തന്നെ നമ്മുടെ റജബ് മാസത്തിൻ്റെ പവിത്രത. റജബ് പറഞ്ഞാൽ നിസ്കാരങ്ങളുടെ ഒരു മാസമാണല്ലോ റജബ് മാസം. അതിൻ്റെ ഫളില് കൊണ്ടൊക്കെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറ്റി തരട്ടെ. അപ്പോൾ എല്ലാവരും ഈ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഈ ദുആ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. നമ്മുടെ പ്രസ്തുത ആവശ്യം നമ്മൾ 3 വട്ടമെങ്കിലും നമ്മൾ ഉരുവിടണം, പറയണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. കാരണം എനിക്കും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മൾ ഓരോ അമലുകളും ഓരോ ദുആയും പ്രാർത്ഥനയും ഓരോ സംഭവങ്ങളൊക്കെ നോക്കുന്നത് ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടോ, നമ്മുടെ വിഷമങ്ങൾ നീങ്ങാനുണ്ടോ എന്നാണല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് എന്താണോ നമ്മളെ മനസ്സിലുള്ളത് അത് ഹലാലായ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല, അള്ളാനെ ഭരമേൽപ്പിച്ച് നോക്കി. അള്ളാഹുവിനെ നമ്മൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണീരോട് കൂടി ദുആ ചെയ്താൽ എന്തൊരു കാര്യമാവട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരും. ചിലപ്പോൾ കുറച്ച് വൈകും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയാവും. ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും. അതിലൊന്നും ആരും പതറരുത്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ച് നീ എത്ര തന്നെയാണെങ്കിലും നീ എനിക്കത് തന്നിട്ടില്ലെങ്കിലും എനിക്ക് അള്ളാഹുവിനെ വിശ്വാസമാണെന്നുള്ളത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാല്. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ഒരു സംശയവും വേണ്ട. ആരും നമ്മുടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആരും എൻ്റെ പ്രയാസം നീങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടരുത്. കാരണം നമ്മളെക്കാട്ടിലും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഇല്ല എത്ര ആളുകളുണ്ട്. എൻ്റെ അറിവിൽ എൻ്റെ പരിചയത്തിൽ തന്നെ എത്ര ആളുകളുണ്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ വിഷമങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും പാവത്തുങ്ങളാണ്, പക്ഷെ എല്ലാവരെയും അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹു ഒരു അടിമക്ക് എത്ര കണ്ട് ഞാൻ അവനക്ക് വിഷമം കൊടുത്താൽ അവൻ എത്രത്തോളം അതിനെ നേരിടും, എത്രത്തോളം അതിനെ ഏത് രീതിയിലാണ് കാണുക, അങ്ങനെയൊക്കെ നോക്കിയിട്ട് പല രീതിയിൽ പരീക്ഷിക്കും. കാരണം നമ്മൾ റബ്ബിലുള്ള വിശ്വാസം ഉറച്ചതാണെങ്കിൽ നമുക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കരകയറ്റിച്ചും ചെയ്യും. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ആരും കൈവിടരുത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, ഈ റജബ് മാസത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തു നോക്കി. റജബ് മാസത്തിൻ്റെ പവിത്രത കൊണ്ട്, പുണ്യം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പൂവണിഞ്ഞ് തരട്ടെ. എല്ലാവർക്കും എന്തേക്കാരം ആഗ്രഹം, എൻ്റെ ആഗ്രഹം പെട്ടെന്ന് നിറവേറണം എന്നാക്കാരല്ലേ. ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ഈ ഇസ്ലാമിക അറിവ് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.